അനുമതി നൽകാൻ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മതസമൂഹത്തിന്റെ അസ്തിത്വം തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്തു. ക്രൈസ്തവ സഭാ വിഭാഗമായ ബ്രദറൻ അസംബ്ലിയുടെ പ്രാർത്ഥന നടക്കുന്ന ആരാധനാലയം പള്ളി എന്ന നിർവചനത്തിൽ വരില്ലെന്നാണ് എക്സൈസ് മന്ത്രി ഗുരുദാസന്റെ കണ്ടെത്തൽ. സൂര്യ ബ്രേക്കിംഗ് ന്യൂസ്. ഇടതു സർക്കാരിന് പ്രിയം മദ്യത്തോട് തന്നെ ഇതിനായി ഒരു വിശ്വാസ സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ മടിക്കില്ല എന്നതിന് തെളിവാണ് അങ്കമാലി ബ്രദറൻ സഭയെ അംഗീകരിക്കാത്ത സർക്കാർ ഉത്തരവ്. ടൗൺ ബ്രദറൻ അസംബ്ലിയും സമീപത്തെ ഒരു ബാർ ഉടമയും തമ്മിലുണ്ടായ തർക്കത്തിന്മേലാണ് രാഷ്ട്രീയ കള്ളക്കളികൾ വെളിച്ചത്തായത്. ആരാധനാലയങ്ങളുടെ 200 മീറ്റർ പരിധിയിൽ മദ്യഷാപ്പുകൾ പാടില്ലെന്ന ചട്ടം ലംഘിച്ചാണ് അങ്കമാലിയിലെ ഹോട്ടൽ പാലസ് ഇന്നിന് ബാർ അനുവദിച്ചതെന്നാണ് ആരോപണം. ഈ നീക്കത്തിനെതിരെ ബ്രദറൻ അസംബ്ലി കഴിഞ്ഞ 2 വർഷമായി പോരാട്ടപാതയിലായിരുന്നു. ബാറിനെതിരെ എക്സൈസ് കമ്മീഷണറെ സമീപിച്ചപ്പോൾ ലൈസൻസ് നൽകാനാവില്ലെന്ന അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. ആരാധനാലയത്തിന് അരികെ ബാർ അനുവദിക്കാനാവില്ലെന്നായിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും വിധിതീർപ്പ്. എന്നാൽ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനെ സ്വാധീനിച്ച് കുറുക്ക് വഴിയിലൂടെ ലൈസൻസ് തരപ്പെടുത്തുകയായിരുന്നു എന്നാണ് ആക്ഷേപം. അതും ബ്രദറൻ അസംബ്ലിയുടെ പള്ളിയെ ആരാധനാലയമായി കണക്കാക്കാനാവില്ലെന്ന വിചിത്രമായ കണ്ടെത്തലോടെ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവ്, ഞങ്ങളെ കേട്ട ജോയിന്റ് സെക്രട്ടറി ബാർ ലൈസൻസ് കൊടുക്കുവാൻ പാടില്ല, ഇതൊരു ആരാധനാലയമാണ്, 80 മീറ്റർ ചുറ്റളവിന്റെ ഉള്ളിലാണ് ഈ ആരാധനാലയം, അതുകൊണ്ട് എക്സൈസ് കമ്മീഷണർ തീരുമാനം ശരിയാണ് എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ എക്സൈസ് മന്ത്രി നേരിട്ട് ഇടപെട്ട് ആ കാര്യങ്ങളിൽ തിരുത്തുവരുത്തുകയും ബാർ ലൈസൻസ് അനുവദിക്കുവാനായിട്ട് ഉത്തരവ് ഇറക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രദറൻ അസംബ്ലിയുടെ ആരാധനാ കേന്ദ്രം ചർച്ച് അല്ലെന്നാണ് മന്ത്രി ഗുരുദാസൻ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരാധനാ സ്വാതന്ത്ര്യത്തെ വിലവയ്ക്കാത്ത, ഫലത്തിൽ മതസമൂഹത്തെ അംഗീകരിക്കാത്ത സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികൾ. ഒപ്പം നിയമപോരാട്ടം തുടരാനുള്ള ദൃഢനിശ്ചയത്തിലും. വികലമായ മദ്യനയം നടപ്പാക്കാൻ മൂർത്തമായ ഈ ആരാധനാലയത്തെയും വിശ്വാസ സമൂഹത്തെയും കണ്ടില്ലെന്നടിക്കുകയാണ് സർക്കാർ. അങ്കമാലിയിൽ നിന്നും ക്യാമറാമാൻ പ്രബുൽ നായരോടൊപ്പം സൂരജ് രാജ്, സൂര്യ ന്യൂസ്. ബ്രദറൻ അസംബ്ലി എന്ന ക്രൈസ്തവ സഭയ്ക്ക് 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. സഭയുടെ കേന്ദ്രം പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട്ടാണ്. ക്രൈസ്തവ സഭയിലെ നവീകരണത്തിനു ശേഷം കുമ്പനാട്ട് 4 പേർ ചേർന്നാണ് ബ്രദറൻ സഭയ്ക്ക് തുടക്കമിട്ടത്. പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന നോയൽ സാഹിബ് കൂടി കുമ്പനാട്ടെത്തിയതോടെ സഭയ്ക്ക് കരുത്ത് വർദ്ധിച്ചു. കേരളമുടനീളം സഭയ്ക്ക് വേരുകളുണ്ടായി. ഇന്ന് 1200ഓളം സഭകളും 4 ലക്ഷത്തോളം വിശ്വാസികളുമുള്ള വലിയ സമൂഹമായി ബ്രദറൻ സഭ മാറിക്കഴിഞ്ഞു. തിരുവല്ല മെഡിക്കൽ മിഷൻ, മന്ദമരുതി, വാഴൂർ ആശുപത്രികൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 24ഓളം സ്കൂളുകൾ, അനാഥാലയങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ബൈബിൾ കോളേജുകൾ എന്നിവ സഭയ്ക്ക് സ്വന്തമായുണ്ട്. എല്ലാ സഭകളും പ്രാദേശിക ഭരണ സംവിധാനം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സ്വത്തുക്കൾ മുഴുവൻ കുമ്പനാട്ടുള്ള സ്റ്റുവേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പേരിലുമാണ്. ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്ന ബ്രദറൻ സഭ ഇല്ലെന്നാണ് ഒരു ബാറിന് വേണ്ടി സർക്കാർ പറയുന്നത്. ബ്രദറൻ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു സെന്ററോ ഒരു ഹെഡ് ഓഫീസോ ഒരു തലവനോ ഇല്ല. ഓരോ സ്ഥലത്തുള്ള സഭകൾ സ്വതന്ത്രമാണ്. ഓരോ സഭയായി പ്രവർത്തിക്കുന്നതിനാൽ മൊത്തത്തിൽ ഒരു സഭാ നേതാവോ മെത്രാപ്പൊലീത്തയോ സഭയ്ക്കില്ല എന്ന പ്രത്യേകതയും ബ്രദറൻ സഭയ്ക്കുണ്ട്. ഡിസംബർ അവസാന വാരം കുമ്പനാട്ട് നടക്കുന്ന ബ്രദറൻ കൺവെൻഷനിൽ കേരളത്തിലെ 1200 സെന്ററുകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കാറുണ്ട്. അങ്കമാലിയിൽ സഭയ്ക്ക് സമീപം ബാർ അനുവദിച്ചതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സഭാവിശ്വാസികൾ. 110 വർഷം മുമ്പാണ് കുമ്പനാട്ട് ബ്രദറൻ സഭയ്ക്ക് തുടക്കമിട്ടത്. ഇന്ന് 1200 സഭകൾ കേരളത്തിൽ ഉടനീളമുണ്ട്, 4 ലക്ഷത്തോളം വിശ്വാസികളും. എന്നിട്ടും സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊരു സഭയില്ലെന്ന് പറയുന്നത് വിചിത്രം തന്നെ. കുമ്പനാട്ട് നിന്നും ഹരിയിലന്തൂർ, സൂര്യ ന്യൂസ്.